സാധാരണയായി ഉം, നമ്മൾ സുരക്ഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താ ഓർമ്മ വരിക? വലിയ കോൺക്രീറ്റ് മതിലുകൾ, പിന്നെ ഈ മുറ്റത്തെ CCTV ക്യാമറകൾ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഗാർഡുകൾ, വലിയ ഭാരമുള്ള ഇരുമ്പുവാതിലുകൾ. ഇതൊക്കെയാണല്ലോ അല്ലേ? അതെ, തീർച്ചയായും. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരിക. അതൊരു ഭൗതികമായ സംരക്ഷണമാണ്. അവിടെ ഭീഷണി എന്താണെന്ന് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയും. കൃത്യം. നമ്മൾ അതിനനുസരിച്ച് പ്രതിരോധം തീർക്കും. കാരണം അവിടെ ഭീഷണി പുറത്താണ്, നമ്മൾ ഉള്ളിലും. ആ അതിർവരമ്പ് വളരെ വ്യക്തമാണ്. എന്നാൽ ഈ CCTV ക്യാമറകൾക്കൊന്നും ഒപ്പിയെടുക്കാൻ കഴിയാത്ത, ആ ഇരുമ്പ് വാതിലുകൾക്ക് തടയാൻ കഴിയാത്ത ഒരു ഭീഷണിയാണെങ്കിലോ? ഓ, അത് വളരെ അപകടമുള്ളൊരു സാഹചര്യമാണ്. അതെ. ആരും കാണാതെ നമ്മുടെ സ്വന്തം മനസ്സിനുള്ളിലേക്ക് വളരെ പതുക്കെ കടന്നുവരുന്ന ഒന്നാണെങ്കിൽ ഈ വലിയ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ പൂർണ്ണമായും പരാജയപ്പെടും. അപ്പോൾ ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് 1400 വർഷം പഴക്കമുള്ള കേവലം 6 വരികൾ മാത്രമുള്ള ഒരു പാഠമാണ്. വളരെ ചെറിയ എന്നാൽ വലിയ അർത്ഥമുള്ളൊരു പാഠം. ശരിയാണ്. മനുഷ്യരാശിയുടെ അഭയകേന്ദ്രം അഥവാ സൂറത്ത് അന്നാസ് എന്നറിയപ്പെടുന്ന ഈ ഹ്രസ്വമായ വരികൾ ഈ പറയുന്ന അദൃശ്യമായ ഭീഷണിയെ കൃത്യമായി നിർണയിക്കുന്നുണ്ട്. പുറമേ നിന്നുള്ള ആക്രമണങ്ങളെക്കാൾ വലിയൊരു ഭീഷണി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നതാണ് ഇത് നൽകുന്ന സൂചന. അതെ, ഈ 6 വരികളിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് മനുഷ്യന്റെ മനസ്സിന്റെ ഏറ്റവും ദുർബലമായ ചില ഭാഗങ്ങളെയാണ്. തീർച്ചയായും. അപ്പോൾ വളരെ ചുരുങ്ങിയ ഈ വരികളിലൂടെ മനുഷ്യൻ എപ്രകാരം അഭയം തേടണമെന്നും ഏത് തരത്തിലുള്ള അദൃശ്യവും ദൃശ്യവുമായ ഭീഷണികളിൽ നിന്നാണ് മനുഷ്യന്റെ ഹൃദയത്തിന് സംരക്ഷണം ആവശ്യമുള്ളതെന്നും കൃത്യമായി മനസ്സിലാക്കുന്ന എന്നതാണ് ഈ അന്വേഷണത്തിന്റെ ലക്ഷ്യം. പഠിക്കാനും പുതിയ കാര്യങ്ങൾ അറിയാനും താൽപ്പര്യമുള്ള നിങ്ങൾക്ക് ഇന്നത്തെ ഈ ആഴത്തിലുള്ള ചർച്ചയിലേക്ക് സ്വാഗതം. ശരി, നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം. ഈ ഒരു വിഷയം ചർച്ച ചെയ്യാൻ ഇതിലും മികച്ച ഒരു സമയമില്ല എന്ന് തന്നെ പറയാം. കാരണം മനുഷ്യൻ ഭൗതികമായി ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം അനുഭവിക്കുന്നൊരു കാലത്താണല്ലോ നാം ജീവിക്കുന്നത്. എന്നാൽ മാനസികമായി അവൻ ഏറ്റവും വലിയ അരക്ഷിതാവസ്ഥയിലുമാണ്. 100% ശരിയാണ്. ഈ 6 വരികൾ കൃത്യമായി വിരൽ ചൂണ്ടുന്നത് മനുഷ്യന്റെ ഈ മാനസികവും ആത്മീയവുമായ സുരക്ഷയിലേക്കാണ്. ഏതൊരു ഭീഷണിയെയും നേരിടുന്നതിനു മുൻപ് നമ്മൾ ആരുടെ അടുത്താണ് അഭയം തേടേണ്ടത് എന്നതാണ് ഈ വരികൾ ആദ്യം തന്നെ വ്യക്തമാക്കുന്നത്. അതെ. ഈ വരികളിലൂടെ കടന്നുപോകുമ്പോൾ എന്നെ ആദ്യം തന്നെ ചിന്തിപ്പിച്ചത് ഇതിന്റെ തുടക്കമാണ്. ആദ്യത്തെ 3 വരികൾ തന്നെ ആരോടാണ് നമ്മൾ അഭയം തേടേണ്ടതെന്നാണ് പറയുന്നത്. അവിടെ മനുഷ്യരുടെ രക്ഷിതാവിനോട്, പിന്നെ മനുഷ്യരുടെ രാജാവിനോട്, മനുഷ്യരുടെ ദൈവത്തോട് അഭയം തേടുന്നു എന്നു പറയുന്നു. അതെ. എനിക്കിവിടെ ഒരു ചെറിയ സംശയമുണ്ട്. നമ്മൾ ഒരേ ഒരു ശക്തിയോടല്ലേ അഭയം തേടുന്നത്? പിന്നെ എന്തിനാണ് ഈ 3 വ്യത്യസ്ത പേരുകൾ? ഇത് വെറുതെ കാര്യങ്ങൾ ആവർത്തിക്കുന്നതായി തോന്നുന്നില്ലേ? ദൈവം എന്ന് മാത്രം പറഞ്ഞാൽ പോരെ? എന്തുകൊണ്ടാണ് കൃത്യമായി ഈ 3 ഘട്ടങ്ങൾ? അത് വളരെ സ്വാഭാവികമായി തോന്നാവുന്നൊരു സംശയമാണ്. ഒറ്റനോട്ടത്തിൽ അതൊരു ആവർത്തനമായി തോന്നും. പക്ഷെ ഇതൊരു വെറും ആവർത്തനമല്ല. മനുഷ്യന്റെയും അവനെ സൃഷ്ടിച്ച പരമോന്നത ശക്തിയുടെയും ഇടയിലുള്ള ബന്ധത്തിന്റെ, അതായത് മനുഷ്യന്റെ ആശ്രയത്വത്തിന്റെ ഒരു പരിണാമമാണ് ഈ 3 ഘട്ടങ്ങളിലൂടെ കാണിക്കുന്നത്. ആശ്രയത്വത്തിന്റെ പരിണാമമോ? അതെ. നമ്മളൊന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഈ 3 വാക്കുകളും രക്ഷിതാവ്, രാജാവ്, ദൈവം, ഈ 3ഉം മനുഷ്യജീവിതത്തിന്റെ വളർച്ചയുടെ 3 ഘട്ടങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതായത് ഒരു കുട്ടി വളർന്നു വരുന്നത് പോലെയാണോ ഇത്? അതൊന്ന് വിശദീകരിക്കാമോ? കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. നോക്കൂ, രക്ഷിതാവ് എന്നത് നമ്മുടെ നിലനിൽപ്പിനാവശ്യമായതെല്ലാം നൽകി നമ്മെ പോറ്റുന്നവരാണ്. ഒരു കുട്ടി ജനിക്കുമ്പോൾ അതിന് നിയമങ്ങളോ തത്വശാസ്ത്രങ്ങളോ ഒന്നും ആവശ്യമില്ലല്ലോ. ഇല്ല, അതിന് ആഹാരം മാത്രം മതി. അതെ, അതിന് ജീവൻ നിലനിർത്താനുള്ള ആഹാരവും പരിചരണവുമാണ് ആവശ്യം. അവിടെ നമ്മൾ ആ രക്ഷിതാവിനെയാണ് അറിയുന്നത്. അത് മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ജൈവികമായ ആവശ്യമാണ്. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഓഹോ, മനസ്സിലായി. അപ്പോൾ ഭൗതികമായ നിലനിൽപ്പാണ് ആദ്യത്തെ ഘട്ടം. അതെ. ഇനി രണ്ടാമത്തെ ഘട്ടമായ രാജാവ് എന്നത് അധികാരത്തെയും നിയമത്തെയും സൂചിപ്പിക്കുന്നു. നമ്മൾ വളരുമ്പോൾ, ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ വെറും ആഹാരം മാത്രം പോരാ. ശരിയാണ്, അവിടെ ഒരു സിസ്റ്റം വേണം. അതെ, അവിടെ നിയമങ്ങൾ വേണം, വ്യവസ്ഥകൾ വേണം, ഒരു അധികാരം വേണം. നമ്മൾ ആത്യന്തികമായി ആരുടെ അധികാരത്തിന് കീഴിലാണോ അതാണ് രാജാവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത്
മനുഷ്യന്റെ സാമൂഹികമായ ആവശ്യമാണ്. ഓക്കെ, അതായത് ഒരു പൗരന് ഭരണകൂടത്തെ ആവശ്യമുള്ളതുപോലെ ഭൗതികമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ നിന്നും മാറി നമ്മൾ വ്യവസ്ഥാപിതമായ ഒരു അധികാരത്തിന് കീഴാകുന്നു. അപ്പോൾ മൂന്നാമത്തെ ഘട്ടമായ ദൈവമെന്നതെന്താണ്? അവിടെയാണ് ഏറ്റവും ആഴത്തിലുള്ള തലത്തിലേക്ക് നമ്മൾ എത്തുന്നത്. നമ്മൾ ജീവൻ നിലനിർത്തി സമൂഹത്തിൽ നിയമങ്ങൾ പാലിച്ചു ജീവിക്കുന്നു. എന്നാൽ മനുഷ്യന് അതുമാത്രം പോരാ. അവനൊരു ലക്ഷ്യം വേണം. പൂർണ്ണമായി സമർപ്പിക്കാൻ, സ്നേഹിക്കാനൊരിടം വേണം. ശരിയാണ്, ആത്മീയമായ ഒരു തലം. അതാണ് മൂന്നാമത്തെ ഘട്ടമായ ദൈവം. അവിടെ സ്നേഹവും ഭക്തിയും ആത്മീയതയും കടന്നുവരുന്നു. മനുഷ്യന്റെ ഹൃദയം ആർക്കാണോ പൂർണ്ണമായി കീഴ്പ്പെടുന്നത്, അതാണ് അവന്റെ ദൈവം. അപ്പോൾ ഈ 3 വരികൾ പറയുന്നത് വെറുമൊരു ശക്തിയോടല്ല നമ്മൾ അഭയം തേടുന്നത്, മറിച്ച് നമ്മുടെ ജീവൻ നിലനിർത്തുന്ന, നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന, നമ്മൾ പൂർണ്ണമായി സമർപ്പിക്കുന്ന ആ പരമമായ ശക്തിയോടാണ് എന്നാണ്. വാ, അതൊരു പുതിയ അറിവാണ്. അതായത് ഒരു സാധാരണ മനുഷ്യന്റെ ജൈവികമായ, സാമൂഹികമായ, ആത്മീയമായ സുരക്ഷ, ഈ 3 തലങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ അഭയകേന്ദ്രത്തെയാണ് ആ വരികൾ വരച്ചു കാണിക്കുന്നത്. വെറുതെ വാക്കുകൾ ആവർത്തിച്ചതല്ല എന്ന് ഇപ്പോൾ വ്യക്തമായി. അങ്ങനെയെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. എന്താണ് ആ ചോദ്യം? ഇത്രയും വലിയൊരു സംരക്ഷണ സംവിധാനം, അതായത് രക്ഷിതാവ്, രാജാവ്, ദൈവം എന്നീ 3 തലങ്ങളുള്ള ഒരു സുരക്ഷാ കവചം ആവശ്യമായി വരുന്നത് എന്ത് തരം ഭീഷണിക്കെതിരെയാണ്? ഒരു സർവ്വസൈന്യാധിപന്റെ സംരക്ഷണം വേണ്ടിവരുന്നത്ര വലിയ ഭീഷണി എന്തായിരിക്കും? അവിടെയാണ് ഈ വരികളുടെ യഥാർത്ഥ കാതൽ കിടക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഇരുമ്പുവാതിലുകൾ തകർത്തുവരുന്ന ശാരീരികമായ ഒരു ആക്രമണമല്ല ഇതെന്ന് തുടർന്നുള്ള വരികൾ വ്യക്തമാക്കുന്നുണ്ട്. അല്ലേ? അല്ല. ഈ ഭീഷണി ഒരു വലിയ കൊടുങ്കാറ്റോ ഭൂകമ്പമോ അല്ല. അത് വരുന്നത് ഒരു സൈന്യത്തിന്റെ രൂപത്തിലുമല്ല. അതെ, ആ വരികളിൽ പറയുന്നത് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ മന്ത്രിക്കുന്നവന്റെ, പ്രത്യേകിച്ച് പതുങ്ങിയെത്തുന്ന മന്ത്രിക്കുന്നവന്റെ ഉപദ്രവത്തിൽ നിന്നും അഭയം തേടുന്നു എന്നാണ്. ഈ വാക്കുകൾ എനിക്ക് വളരെ കൗതുകകരമായി തോന്നി. തീർച്ചയായും ഇതൊരു വാളോ തോക്കോ കൊണ്ടുള്ള ആക്രമണമല്ല, മറിച്ച് വളരെ സൂക്ഷ്മമായ, ആന്തരികവും മാനസികവുമായ ഒരു ഭീഷണിയാണിത്. ഇത് വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ കയറിക്കൂടുന്ന ചില അത്യാധുനിക വൈറസുകളെയാണ്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന സൈലന്റ് വൈറസുകൾ. അതൊരു മികച്ച ഉപമയാണ്. എങ്ങനെയാണ് ആ വൈറസുകൾ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കൂ. നമ്മൾ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ എല്ലാം വളരെ സാധാരണമായി തോന്നും. ഫയലുകളൊക്കെ അവിടെ തന്നെ ഉണ്ടാകും. നമ്മൾ വിചാരിക്കും സിസ്റ്റം വളരെ സുരക്ഷിതമാണെന്ന്. എന്നാൽ ഈ വൈറസ് വളരെ പതുക്കെ, ആരും കാണാതെ നമ്മുടെ സിസ്റ്റത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് പ്രവർത്തിക്കുകയാകും. അതെ, അത് പതുക്കെ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ മെമ്മറി ചോർത്തുന്നു, പ്രോസസ്സറിനെ തളർത്തുന്നു. പുറമെ യാതൊരു കുഴപ്പവും കാണിക്കാതെ തന്നെ ഒരു ദിവസം പെട്ടെന്ന് ആ സിസ്റ്റം പൂർണ്ണമായും ക്രാഷാകുന്നു. ശബ്ദമുണ്ടാക്കി വരുന്ന ഒരു മോഷ്ടാവിനേക്കാൾ എത്രയോ മടങ്ങ് അപകടകാരിയാണ് ഒച്ചയില്ലാതെ വരുന്ന ഈ വൈറസ്. ഇവിടെ പറയുന്ന ഈ മന്ത്രണങ്ങളും അതുപോലെ തന്നെയല്ലേ? തീർച്ചയായും. ആ ഉപമ ഈ സാഹചര്യത്തോട് 100% നീതി പുലർത്തുന്നുണ്ട്. നമ്മൾ ഈ മന്ത്രിക്കുക എന്ന വാക്കിന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കണം. ഒരു ഭീഷണി നമ്മുടെ മുന്നിൽ വളരെ വ്യക്തമായി നിൽക്കുമ്പോൾ, ഉദാഹരണത്തിന് ഒരാൾ നമ്മോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സ് പ്രതിരോധിക്കാൻ തയ്യാറാകും. അതെ, നമ്മൾ അപ്പോൾ തന്നെ പ്രതികരിക്കും. നമ്മുടെ മുന്നിലൊരു ശത്രു ഉണ്ടെന്ന് നമുക്കറിയാം. നമ്മൾ ആ ഇരുമ്പുവാതിലുകൾ അടയ്ക്കും. എന്നാൽ മന്ത്രണം അങ്ങനെയല്ല. അതൊരിക്കലും ശബ്ദമുയർത്തില്ല. വളരെ പതുക്കെയുള്ള, ചിലപ്പോൾ സ്നേഹം നിറഞ്ഞതോ അല്ലെങ്കിൽ നമുക്ക് ഗുണകരമാണെന്ന് തോന്നുന്ന രീതിയിലുള്ളതോയ ഇടപെടലുകളാണവ. ശരിക്കും? അതെ, അത് പലപ്പോഴും നമ്മുടെ തന്നെ ചിന്തകളാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. ആഹാ, നമ്മളിപ്പോ സൈക്കോളജിയിൽ പറയുന്ന ഇമ്പോസ്റ്റർ സിൻഡ്രോം അല്ലെങ്കിൽ ഗ്യാസ് ലൈറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ തന്നെയല്ലേ ഇത്? കൃത്യമായി പറഞ്ഞാൽ അത് തന്നെയാണ്. നിന്നെക്കൊണ്ട് ഇതിന് സാധിക്കില്ല, അല്ലെങ്കിൽ നീയൊരു പരാജയമാണ് എന്ന് ആരും പുറത്തുനിന്ന് വിളിച്ചു പറയുന്നില്ല. പകരം നമ്മുടെ തന്നെ മനസ്സിലൊരു ചെറിയ സംശയം, എനിക്കിതിന് കഴിയുമോ, ഞാനിതിന് യോഗ്യനാണോ എന്നൊരു ചെറിയ ചോദ്യം വളരെ പതുക്കെ കടന്നുവരുന്നു. അതാണിതിന്റെ ഏറ്റവും വലിയ അപകടം. പുറത്തുനിന്ന് വരുന്ന ഒരു ചിന്തയെ നമ്മുടെ തന്നെ സ്വന്തം തീരുമാനമാണെന്നോ നമ്മുടെ സ്വന്തം വിലയിരുത്തലാണെന്നോ നമ്മൾ വിശ്വസിച്ചു പോകുന്നു. അവിടെ ആ വ്യക്തിക്ക് പുറത്തുനിന്നുള്ള ഒരു ശത്രുവിന്റെ ആവശ്യമില്ല. അയാൾ സ്വയം തന്നെ തകർന്നുപോകും. വല്ലാത്തൊരവസ്ഥയാണത്. ഈ വരിയിൽ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്: പതുങ്ങിയെത്തുന്നത്. അതെന്താണ് ആ വാക്കിന്റെ പ്രത്യേകത?
വെറുതെ മന്ത്രിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? പോരാ. അവിടെയാണ് മനുഷ്യ മനസ്സിന്റെ മറ്റൊരു സ്വഭാവം കാണിക്കുന്നത്. നമ്മൾ ജാഗരൂകരായിരിക്കുമ്പോൾ, അതായത് നമ്മുടെ മനസ്സ് കൃത്യമായ ലക്ഷ്യത്തിലോ വ്യക്തമായ അവബോധത്തിലോ ആയിരിക്കുമ്പോൾ ഈ ഭീഷണി പിന്നിലേക്ക് മാറി നിൽക്കും. അത് പതുങ്ങിയിരിക്കും. ഓഹോ. നമ്മൾ ആ വൈറസിന്റെ ഉദാഹരണം പറഞ്ഞതുപോലെ നമ്മൾ ആന്റിവൈറസ് റൺ ചെയ്യുമ്പോൾ അത് ഒളിച്ചിരിക്കും. എന്നാൽ എപ്പോഴാണോ നമ്മുടെ ശ്രദ്ധ തെറ്റുന്നത്, എപ്പോഴാണോ നമ്മൾ ദുർബലരാകുന്നത്, അപ്പോൾ അത് വീണ്ടും തിരികെ വന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ സംശയത്തിന്റെ വിത്തുകൾ പാകും. ഇതൊരു നിരന്തരമായ ഒളിച്ചുകളിയാണ്. ഒരിക്കൽ തോൽപ്പിച്ചാൽ തീരുന്ന ഒന്നല്ലിത്. വളരെ ഭയപ്പെടുത്തുന്നൊരു കാര്യമാണത്. കാരണം നമ്മൾ എപ്പോഴും ജാഗ്രതയോടെ ഇരിക്കുക എന്നത് മനുഷ്യരെ സംബന്ധിച്ച് അസാധ്യമായ കാര്യമാണ്. നമ്മൾ പലപ്പോഴും തളർന്നുപോകും, സങ്കടപ്പെടും. ആ സമയത്തായിരിക്കും ഈ മന്ത്രണങ്ങൾ ഏറ്റവും ശക്തിയോടെ നമ്മുടെ തലച്ചോറിലേക്ക് കടന്നു വരുന്നത്. ശരിയാണ്. അപ്പോൾ മനുഷ്യന്റെ ഹൃദയങ്ങളിൽ നിരന്തരം വിള്ളൽ വീഴ്ത്തുന്ന ഈ മന്ത്രണങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഇതൊരു വലിയ ചോദ്യമാണ്. നമ്മൾ വൈറസുകളെക്കുറിച്ച് പറഞ്ഞു. പക്ഷെ ആരാണ് ഈ വൈറസ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് അയക്കുന്നത്? ഈ പാഠത്തിലെ അവസാനത്തെ, അതായത് 6ാമത്തെ വരി ഇതിന് വളരെ വ്യക്തവും എന്നാൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്നതുമായ ഒരു ഉത്തരം നൽകുന്നുണ്ട്. അതെ, ആ വരി പറയുന്നത് ഈ മന്ത്രണങ്ങൾ വരുന്നത് ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നുമാണെന്നാണ്. ഭൂരിഭാഗം ആളുകളും ചിന്തിക്കുന്നത് ഇത്തരം ദുഷ്ടിച്ച ചിന്തകളും പ്രേരണകളും അദൃശ്യമായ ഏതോ ദുർഭൂതങ്ങളിൽ നിന്നോ പിശാചുക്കളിൽ നിന്നും മാത്രമാണ് വരുന്നത് എന്നാണ്. ഈ ജിന്നുകൾ എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? കാരണം പലർക്കും അതൊരു മിത്തോളജിക്കൽ കഥാപാത്രം പോലെയാകും തോന്നുക. അതൊരു നല്ല ചോദ്യമാണ്. ഇസ്ലാമിക പശ്ചാത്തലത്തിൽ മനുഷ്യരെ പോലെ തന്നെ ഈ ഭൂമിയിലുള്ള, എന്നാൽ നമുക്ക് കാണാൻ കഴിയാത്ത അദൃശ്യമായ സൃഷ്ടികളാണ് ജിന്നുകൾ. അവയ്ക്ക് സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ട് എന്നാണ് വിശ്വാസം. ഓക്കെ. എന്നാൽ ഇവിടെ ഈ പാഠത്തിന്റെ വിശാലമായ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ അതിനെ ഒരു തികഞ്ഞ അദൃശ്യമായ, നമ്മൾക്ക് വിശദീകരിക്കാൻ കഴിയാത്ത ആന്തരികമായ ഭീഷണികളുടെ അല്ലെങ്കിൽ ചിന്തകളുടെ പ്രതീകമായി നമുക്ക് കാണാം. എവിടെ നിന്നാണ് ഒരു മോശം ചിന്ത പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നതെന്ന് പലപ്പോഴും നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അത് അദൃശ്യമായ ആ ഉറവിടമാണ്. അത് മനസ്സിലാക്കാം. അദൃശ്യമായ ശക്തികളിൽ നിന്ന് മോശം സ്വാധീനങ്ങൾ ഉണ്ടാകാം എന്ന ചിന്ത പൊതുവെ എല്ലാ സംസ്കാരങ്ങളിലുമുണ്ട്. എന്നാൽ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ഇതിലെ 2ാമത്തെ ഭാഗമാണ്, അതായത് മനുഷ്യരിൽ നിന്നും എന്ന വാക്ക്. തീർച്ചയായും അതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഭീഷണി അദൃശ്യമായ ശക്തികളിൽ നിന്ന് മാത്രമല്ല, മറിച്ച് നമുക്ക് ചുറ്റുമുള്ള, നാം നിത്യവും കാണുന്ന, ഇടപഴകുന്ന സാധാരണ മനുഷ്യരിൽ നിന്നുമാകാം എന്നാണ് ഈ വരി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ എപ്പോഴും ഭൂതങ്ങളെയും അദൃശ്യശക്തികളെയും പേടിക്കുന്നു. പക്ഷേ യഥാർത്ഥ ഭീഷണി പലപ്പോഴും നമ്മളോടൊപ്പം കോഫി കുടിക്കുന്ന ആളായിരിക്കാം. ശരിക്കും ഈ വിവരങ്ങൾ കേൾക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും എങ്ങനെ നമ്മുടെ സ്വന്തം ജീവിതവുമായി ഇതിനെ ബന്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് വലിയൊരു വിവരസാങ്കേതിക യുഗത്തിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ മനുഷ്യരിൽ നിന്നുള്ള മന്ത്രണങ്ങൾ ഇന്നത്തെ കാലത്ത് എവിടെയൊക്കെയുണ്ട്? നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ തന്നെ ഏറ്റവും വലിയ ഉദാഹരണം. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്ന, നമ്മുടെ ആത്മവിശ്വാസം തകർക്കുന്ന എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ കാണുന്ന ഓരോ പോസ്റ്റും ഓരോ കമന്റും ചിലപ്പോൾ നമ്മുടെ മനസ്സിലൊരു സംശയത്തിന്റെ വിത്ത് പാകുന്നുണ്ടാകാം. അതെ, നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ വിള്ളലുകൾക്ക് നിന്നുകൊടുക്കുകയാണ്. മറ്റൊരാളുടെ വളരെ മനോഹരമായ ജീവിതം ഇൻസ്റ്റാഗ്രാമിൽ കാണുമ്പോൾ എന്റെ ജീവിതം എന്തിനാണിങ്ങനെ എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ വരും. ഇതാരും നമ്മളോട് നേരിട്ട് പറയുന്നതല്ല, പക്ഷെ ആ അൽഗോരിതവും ആ മനുഷ്യരും ചേർന്ന് നമ്മുടെ മനസ്സിലേക്കൊരു മന്ത്രണം നടത്തുകയാണ്. സത്യത്തിൽ അതാണ് ഏറ്റവും വലിയ വിഷയം. ഇതിനെ വെറുമൊരു സാങ്കേതിക പ്രശ്നമായി മാത്രം കാണാൻ കഴിയില്ല. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോ സഹപ്രവർത്തകരോ ആകാം ഒരുപക്ഷേ ഈ മന്ത്രിക്കുന്നവർ. നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ നിരുപദ്രവകരമെന്ന് തോന്നുന്ന രീതിയിൽ നീ അത് ചെയ്യേണ്ടതുണ്ടോ, കുറച്ചുകൂടി പ്രായോഗികമായി ചിന്തിച്ചൂടെ എന്നവർ ചോദിച്ചേക്കാം. അതെ, അത് വളരെ സാധാരണമാണ്. ഒറ്റ നോട്ടത്തിൽ അതൊരു വലിയ ഉപദേശമായി തോന്നും. പക്ഷെ യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ അടിത്തറയിൽ ഒരു ചെറിയ വിള്ളലുണ്ടാക്കുകയാണ്. അതുതന്നെയല്ലേ ഈ പറയുന്ന മന്ത്രണങ്ങൾ? അതുതന്നെയാണ്. അതുകൊണ്ടാണ് ഇതിനെ പതുങ്ങിയെത്തുന്ന മന്ത്രിക്കുന്നവൻ എന്ന് വിളിക്കുന്നത്. ഇതൊരിക്കലും ഒരു കടുത്ത വിമർശനമായിരിക്കില്ല. വെറുമൊരു പരിഹാസരൂപത്തിലുള്ള ചിരിയോ അല്ലെങ്കിൽ ഒരു ചെറിയ നോട്ടമോ ഒരു ചെറിയ സംശയമോ ആകാം. പക്ഷെ ആ ചെറിയ വിള്ളൽ മതി നമ്മുടെ സമാധാനം പൂർണ്ണമായും തകരാൻ.
മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്കുള്ള ഈ മോശം സ്വാധീനവും ഉപദ്രവവും അദൃശ്യമായ ലോകത്തുനിന്നും വരാം, അതുപോലെ തന്നെ നാം സ്നേഹിക്കുന്ന, വിശ്വസിക്കുന്ന മനുഷ്യരിൽ നിന്നും വരാം. തീർച്ചയായും. ഭീഷണി ഇങ്ങനെ ഏത് രൂപത്തിലും എവിടെ നിന്നും വരാമെന്നതിനാലാണ് നമ്മൾ ആ തുടക്കത്തിൽ പറഞ്ഞ കാര്യത്തിലേക്ക് തിരികെ പോകേണ്ടി വരുന്നത്. അതെ, ആ സർക്കിൾ ഇപ്പോൾ പൂർണ്ണമായിരിക്കുകയാണ്. ആ തുടക്കത്തിൽ പറഞ്ഞ വലിയ ശക്തിയുടെ ആവശ്യം ഇപ്പോൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതായത്, ഭീഷണി ഇത്രത്തോളം സൂക്ഷ്മവും എല്ലാ ദിശകളിൽ നിന്നും കാണുന്നവരിൽ നിന്നും കാണാത്തവരിൽ നിന്നും വരുന്നതുമായതുകൊണ്ട് നമ്മളെ സംരക്ഷിക്കാൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന എല്ലാവരുടെയും രക്ഷിതാവും രാജാവും ദൈവവുമായ ഏറ്റവും വലിയ ശക്തിയുടെ അഭയം നമുക്ക് നിരന്തരം ആവശ്യമായി വരുന്നു. ശരിയാണ്. നമ്മുടെ പരിമിതമായ ബുദ്ധി കൊണ്ടോ കഴിവുകൊണ്ടോ മാത്രം ഈ അദൃശ്യമായ വൈറസുകളെ ചെറുക്കാൻ കഴിയില്ല. കൃത്യമായി പറഞ്ഞു. ഭീഷണി എത്രത്തോളം അദൃശ്യവും സൂക്ഷ്മവുമാണോ, അതിനെ നേരിടാനുള്ള നമ്മുടെ പ്രതിരോധം അത്രത്തോളം ശക്തവും ആഴത്തിലുള്ളതുമായിരിക്കണം എന്നതാണ് ഈ വാക്യങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ പാഠം. മനുഷ്യന്റെ മനസ്സിന് ഈ നിരന്തരമായ മന്ത്രണങ്ങളെ അതിജീവിക്കാൻ സ്വയം കഴിയില്ല. അതിന് അതീന്ദ്രിയമായ ഒരു അഭയകേന്ദ്രം ആവശ്യമാണ്. അതെ, ഈ 6 വരികൾ വെറുമൊരു പ്രാർത്ഥനയല്ല, മനുഷ്യ മനസ്സിന്റെ ദൗർബല്യങ്ങളെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ ഒരു പഠനം കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ കേൾക്കുന്ന നിങ്ങൾക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം മുമ്പെങ്ങുമില്ലാത്ത വിധം വിവരങ്ങളുടെയും അഭിപ്രായങ്ങളുടെയും വലിയൊരു അതിപ്രസരമുള്ള കാലത്താണ് നാം ജീവിക്കുന്നത്. നമ്മുടെ ശ്രദ്ധ തിരിക്കാനും നമ്മളിൽ സംശയങ്ങൾ ജനിപ്പിക്കാനും ഇന്ന് ചുറ്റും ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ട്. ഉണ്ട്, തീർച്ചയായും ഉണ്ട്. ഈ മന്ത്രണങ്ങൾ നമ്മെ വളരെ എളുപ്പം ബാധിക്കാം. ആ വിള്ളലുകൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ടേക്കാം. അതിൽ പെട്ടുപോകാതിരിക്കാൻ നമ്മുടെ മാനസികവും ആത്മീയവുമായ സുരക്ഷയ്ക്ക് ശക്തമായ ഒരഭയകേന്ദ്രം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. അതുമാത്രമല്ല, ഈ പാഠം നൽകുന്ന മറ്റൊരു വലിയ മുന്നറിയിപ്പ് കൂടിയുണ്ട്. നമ്മൾ ഭീഷണികളെ തിരിച്ചറിയാൻ ശ്രമിക്കുമ്പോൾ മറഞ്ഞുപോകാൻ സാധ്യതയുള്ളൊരു കാര്യം. അതെ, അവിടെയാണ് ഈ ചർച്ചയുടെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് കിടക്കുന്നത്. നമ്മൾ ഇതുവരെ സംസാരിച്ചത് നമുക്ക് നേരെ വരുന്ന ഭീഷണികളെക്കുറിച്ചാണ്, നമ്മുടെ മനസ്സിൽ വിള്ളൽ വീഴ്ത്തുന്നവരെക്കുറിച്ചാണ്. എന്നാൽ ഈ വിവരങ്ങളിൽ ഒരു കാര്യം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്: ഈ മന്ത്രണങ്ങൾ മനുഷ്യരിൽ നിന്നും വരാമെന്ന്. അതെ. അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. നമ്മളെപ്പോഴും ഇരകളുടെ സ്ഥാനത്ത് നിന്നാണ് ചിന്തിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഒരു ചെറിയ പരിഹാസം കൊണ്ടോ അറിയാതെയെങ്കിലും മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ സംശയങ്ങളും നിഷേധാത്മക ചിന്തകളും വിതയ്ക്കുന്ന ആ പതുങ്ങിയെത്തി മന്ത്രിക്കുന്നവരായി നമ്മൾ തന്നെ എപ്പോഴെങ്കിലും മാറിയിട്ടുണ്ടോ? വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. നമ്മൾ തന്നെ മറ്റൊരാളുടെ കമ്പ്യൂട്ടറിലെ വൈറസായി മാറിയിട്ടുണ്ടോ എന്ന് സ്വയം ചോദിക്കേണ്ടതുണ്ട്. തീർച്ചയായും. മറ്റുള്ളവർക്ക് അഭയം വേണ്ടിവരുന്ന, മറ്റുള്ളവരുടെ മനസ്സിൽ വിള്ളലുകൾ വീഴ്ത്തുന്ന ഒരു ഭീഷണിയായി നമ്മൾ തന്നെ മാറുന്നുണ്ടോ? ഇന്ന് രാത്രി നിങ്ങളുടെ വീടിന്റെ മുൻവാതിലിലെ ആ വലിയ കോൺക്രീറ്റ് മതിലുകൾക്കും ഇരുമ്പുവാതിലുകൾക്കും ഉള്ളിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ബാഹ്യമായ ഭീഷണികളെക്കുറിച്ച് ചിന്തിക്കുന്നതിനൊപ്പം നിങ്ങൾക്ക് സ്വയം ചോദിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതായിരിക്കും. തീർച്ചയായും അതൊരു വലിയ ചോദ്യം തന്നെയാണ്. അതെ, നമ്മുടെ മനസ്സിനെ സംരക്ഷിക്കുന്നതിനൊപ്പം മറ്റുള്ളവരുടെ മനസ്സിലേക്ക് വിഷം കലർത്തുന്നവരായി നാം മാറാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ വലിയ ചോദ്യം നിങ്ങൾക്ക് സ്വന്തമായി ചിന്തിക്കാൻ നൽകിക്കൊണ്ട് ഇന്നത്തെ ഈ ആഴത്തിലുള്ള അന്വേഷണം ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും കാണാം.